drama in our life. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അപ്പോൾ അത് ഈ പാസ്ത നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇത് ഇടുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഗ്യാസ് കത്തിച്ചു, ആവശ്യത്തിന് വെള്ളം വെച്ചു, ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ പാസ്ത അതേ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാസ്ത അതേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവും പാസ്ത വേവാൻ. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണം. പാൻ ചൂടായി വരുമ്പോഴത്തേന് ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ബട്ടറിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഒരു ചെറിയൊരു തക്കാളി മതിയാവും, അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിവിടെ പെപ്പർ ചേർത്തു, ഗരം മസാല, പച്ചമുളക്, ഇതിൻ്റെയൊക്കെ എരി. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. നമുക്ക് എന്തിൻ്റെയെങ്കിലുമൊക്കെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും.